ബോബി ചെമ്മണ്ണൂരിനെ കേരളത്തിൽ നിലനിർത്തുന്നത് ആര്? ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചെ കേരളീയർക്ക് ഇന്ന് ഏറെ പ്രിയങ്കരനാണ്. ഗോൾഡ് ബിസിനസ്സിലൂടെ എത്തി പിന്നാലെ പാവങ്ങൾക്ക് ധനസഹായം നൽകുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വരെ എത്തി നിൽക്കുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ പ്രശസ്തി. ഇന്ന് കേരളത്തിലെ നമ്പർ 1 ബിസിനസ് ടൈക്കൂൺ ആരെന്ന് ചോദിച്ചാൽ ബോബി ചെമ്മണ്ണൂരാണെന്ന് കണ്ണടച്ച് ആരും പറയും. ബോബി ചെമ്മണ്ണൂർ ബ്രാൻഡ് അംബാസിഡർ പദവി വഹിക്കുന്ന മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും വൻകിട വായ്പകൾ പോകുന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഇതിന് ഫണ്ട് വരുന്നതാകട്ടെ വിദേശത്തു നിന്നും. എന്നാൽ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സാമ്പത്തിക ധനമിടപാടുകൾ സുതാര്യമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ധനമിടപാടുകൾ, ഫണ്ട് വിതരണം എന്നിവയിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ടോ എന്നാണ് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ വയ്ക്കേണ്ടത്. ബിസിനസ്സുകാരനായ ബോബി ചെമ്മണ്ണൂരിന്റെ സാമ്പത്തിക ശക്തി ഇന്ന് ചെറുതല്ല. മാത്രമല്ല, ഇത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് സ്ഥാപനങ്ങളിലൂടെ മാത്രം നിർമ്മിക്കപ്പെട്ടതുമല്ല. അതിന് പിൻബലമേകാൻ 1 ലക്ഷത്തിലേറെ അംഗങ്ങൾ ഭാഗമായ ഒരു സഹകരണ സ്ഥാപനമുണ്ട്. മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്നാണ് സ്ഥാപനത്തിന്റെ പേര്. ഇന്ന് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ ക്രെഡിറ്റ് സൊസൈറ്റികളിൽ ഒന്നാണ്. മലങ്കര സൊസൈറ്റിയുമായി ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിനുള്ള അടുപ്പം വളരെ വലുതാണ്. ബോബിയുമായി ബന്ധമുള്ള സ്ഥാപനങ്ങൾക്ക് നിലവിൽ നൽകി വരുന്നത് മലങ്കര സൊസൈറ്റി കോടികളുടെ വായ്പയാണ്. ഇതിന് കൃത്യമായ ധനനിയന്ത്രണം പോലുമില്ല എന്നതാണ് പ്രധാന വസ്തുത. വായ്പയ്ക്ക് ബോബി നൽകിയ ഈടാണ് സൊസൈറ്റിയുടെ അപകടകരമായ ഔദാര്യത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാറിന്റെ വിപണി മൂല്യം 3.5 കോടിയിലേറെ താഴ്ന്നു നിൽക്കെ 5 കോടി രൂപയാണ് ബോബിയുടെ സ്വർണ്ണ നിറമുള്ള റോൾസ് റോയ്സ് കാറിന് മലങ്കര സൊസൈറ്റി വായ്പയായി അനുവദിച്ചത്. വായ്പകൾക്ക് പുറമെ മലങ്കരയുടെ ബ്രാൻഡ് അംബാസിഡർ, പ്രൊമോട്ടർ എന്ന നിലയിൽ 28 ലക്ഷം രൂപ മാസം തോറും ബോബിയുടെ കൈകളിൽ എത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം മലങ്കര സൊസൈറ്റി 3.43 കോടി രൂപ ബ്രാൻഡ് അംബാസിഡറായിരുന്ന ബോബിക്ക് നൽകി. തുടക്കത്തിൽ മലങ്കര കത്തോലിക്ക സഭയുടെ അധീനതയിലായിരുന്ന മലങ്കര സൊസൈറ്റി വൻ കളി കളിച്ച് ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാക്കുകയായിരുന്നു. വൻ സാമ്പത്തിക തകർച്ച മലങ്കര കത്തോലിക്ക സഭയ്ക്ക് വരുത്തിവെച്ചാണ് ബിസിനസ് നന്നായി അറിയാവുന്ന ബോച്ചെ അവിടെ അധികാരം സ്ഥാപിച്ചത്. 2019 സ്ഥാപനം ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഏറ്റെടുക്കുമ്പോൾ വെറും 509 അംഗങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് അത് 1 ലക്ഷം കവിഞ്ഞിരിക്കുന്നു. ഇത് വെറും 6 വർഷം കൊണ്ടാണെന്ന് ഓർക്കണം. ഇപ്പോൾ അവരുടെ നിക്ഷേപം 550 കോടിയിലേറെ കവിഞ്ഞു എന്നാണ് ജിസോ അവകാശപ്പെടുന്നത്. ബോബി ചെമ്മണ്ണൂരുമായി ബന്ധമുള്ള കമ്പനികൾക്ക് മാത്രമാണ് വലിയ തുക മലങ്കര സൊസൈറ്റി വായ്പയായി നൽകുന്നത്. 2023 ബിസിനസ് തകർന്നെങ്കിലും ബോബി ചെമ്മണ്ണൂരിനെ പിടിച്ചു നിർത്തിയത് ഈ മലങ്കര സൊസൈറ്റിയുടെ വായ്പ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. 2025 ഏപ്രിലിൽ ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ ധനകാര്യ സ്ഥാപനമായ NBFC 72 കോടി രൂപ വായ്പ എടുത്തു. തുടർന്ന് 2025 ഒക്ടോബറിൽ 64 കോടി രൂപ തിരിച്ചടച്ചതായി രേഖകളിൽ കാണിക്കുന്നു. 2021-22 കാലയളവിൽ മാത്രം ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗോൾഡ് പാലസ് 60 കോടി രൂപ വായ്പ എടുത്തു. മകളുടെ പേരിൽ ആരംഭിച്ച അന്ന ബോബി ജ്വല്ലേഴ്സിന് 5 കോടി രൂപ മലങ്കര സൊസൈറ്റി വായ്പ അനുവദിച്ചു. ഇത്തരത്തിൽ നൽകുന്ന വായ്പ തുക എത്തുന്ന സോഴ്സ് എന്തെന്ന് മാത്രം മലങ്കര കോഓപ്പറേറ്റീവ് സൊസൈറ്റി നൽകുന്നില്ല. ഇതിൽ 20 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഇതിനു പുറമെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഹോളിഡേയ്സ് റിസോർട്ടിന് വായ്പ നൽകിയെങ്കിലും തിരിച്ചടച്ചില്ല. ഈ കമ്പനിക്ക് അന്യായമായ മൊറട്ടോറിയമാണ് നൽകിയത് എന്നാണ് വാർത്താ സ്രോതസ്സുകൾ പറയുന്നത്. പ്രത്യേകിച്ചും ബോബി ചെമ്മണ്ണൂർ തന്നെ തലപ്പത്തിരിക്കുമ്പോൾ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ധനനിക്ഷേപം നടത്തുന്നവരെയും കണ്ടെത്താൻ കേരള പോലീസും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും നന്നേ പാടുപെടും. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.